അതുപോലെ വ്യവസായത്തിന്റെ പ്രധാന സംവിധാനത്തിന് ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടാവും. ഇവിടെ കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, പോർട്ട് ഉണ്ട്. പഴിക്കേണ്ട കാര്യം MLA പറഞ്ഞു. മംഗലാപുരം പോർട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അവിടെ എയർപോർട്ടും ഉപയോഗിക്കാം, പോർട്ട് ഉപയോഗിക്കാം. പിന്നെ വിഴിഞ്ഞം വന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, അവിടെ ആളുകൾ പെട്ടെന്ന് ഭൂമിയുടെ വില കൂട്ടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടിയാൽ കൂട്ടിയിരിക്കുള്ളൂ. ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിൽ എവിടെയും വരാം. കാരണം നമ്മുടെ ഈ നാഷണൽ ഹൈവേ കൂടി വന്നാൽ അതിവേഗത്തിലാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ എത്തിയാലും അവർക്ക് പ്രശ്നമില്ല, കാരണം കപ്പലോടെ കിടക്കാണല്ലോ. ഇപ്പോ ശ്രീ ഹനീഷോട് കാര്യം പറഞ്ഞില്ലേ, വിഴിഞ്ഞം ഉപയോഗിക്കുമ്പോൾ ശരാശരി 7 ദിവസം ഏറ്റവും കുറഞ്ഞത് ലാഭം കിട്ടും. 7 ദിവസം ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ ഒരു കപ്പലിന് 7 × $25,000, ദാറ്റ് മീൻസ് $1,75,000 പെർ ഡേ ലാഭമാണ്. അല്ല, ഒരു കപ്പലിന് ഒരു വരവിൽ ലാഭമാണ് 7 ദിവസത്തെ. ഇന്നലെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ഇന്നലെ ഞങ്ങളുടെ കോൺക്ലേവിലുണ്ടായി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പൊ അവര് ഷറഫ് ഗ്രൂപ്പ്, ലോകത്തിലെ പ്രധാന ഗ്രൂപ്പ്, അതിന്റെ CEO ഉണ്ടായി. അപ്പൊ ഞാൻ അവരായിട്ട് വെറുതെ ഒരു കാപ്പി പിടിച്ചിരിക്കുമ്പോൾ 7 ദിവസത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം അവരാ പറഞ്ഞത്. നേരെ നമ്മളെ ഭാഗം അത്ര ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിനൊന്ന് നിങ്ങൾ 10,000 കൊണ്ടൊന്ന് ഗുണിച്ചു വയ്ക്കുക, അത്രയും കപ്പൽ വരും ഒരു മാസം. അത്രയും ലാഭം അവർക്ക് കിട്ടും. ആ കമ്പനിക്ക് തന്നെ അത്രയും